ഞങ്ങൾ വല്ലപ്പോഴും ഒന്ന് പറഞ്ഞാലേ ഉള്ളു എയറില്, അല്ലേ ഡിൻ ചേട്ടാ? അത് മാത്രമേ ഉള്ളൂ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പണി മേടിക്കുന്നല്ലാണ്ട് വേറെ നിങ്ങൾക്ക് പണിയൊന്നും തരില്ല. ചില സമയത്ത് ടിനിച്ചേട്ടൻ സ്വയം ചെയ്യാറുണ്ടല്ലേ എയറിലാവാന്നും പറഞ്ഞു. അല്ല, അതങ്ങനെ അബദ്ധത്തിന് പറ്റുന്നതാണ്. കണ്ട് പോവാ അതിന് കേറാന്നും പറഞ്ഞിട്ട് പോകുന്നതല്ല, അറിയാണ്ട് സംഭവിക്കുന്നതാണ്. കണ്ടിന്യൂ. ഞങ്ങളുടെ മൂഡ് കളഞ്ഞു. എനിക്കൊന്നും ഫ്ലോ പോവില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ പിന്നെ എല്ലാവരും നല്ല കോപ്പറേറ്റീവ് ആണ്. അല്ലെ സാർ, ഈ ഗവൺമെന്റ് ജോലി, GST ഓഫീസർ ടു ഡിറക്ഷൻ, രണ്ടും രണ്ട് തലങ്ങളിൽ നിൽക്കുന്ന സാധനങ്ങളാണല്ലോ. അതിനുള്ള കാരണം എന്താ? സിനിമയുടെ ഒരു ക്രേസ് വേണല്ലോ ചെയ്യണമെങ്കിൽ. തലങ്ങളെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നമ്മൾ ഈ GST സ്റ്റാഫുകൾ ആൾക്കാർ ഒന്ന് ഒരു ഭയത്തോടുകൂടിയാണ് കാണുന്നത്. ഡീലേഴ്സിനോടൊക്കെ ഒരു ടെമ്പറായിട്ടാണ് അവർക്ക് തോന്നുന്നത്. പക്ഷെ നമ്മളെ ഉള്ളിൽ ഉള്ള കലകൾ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കാനോ ഒന്നും പറ്റത്തില്ലല്ലോ. പക്ഷെ എല്ലാവരുടെ മനസ്സിലും GST എന്നല്ല, പോലീസിലും ഏത് ഡിപ്പാർട്ട്മെന്റിലും എല്ലാവരുടെ മനസ്സിലും ഏതൊരു മനുഷ്യന്റെ ഇതിലും ഒരു കലാകാരനുണ്ട്. പക്ഷെ അത് പുറത്തോട്ട് എടുക്കാൻ വേണ്ടിയുള്ളൊരു സാഹചര്യങ്ങളാണ് വിഷയം തോന്നുന്നത്. ഞാൻ ആ പുറത്തോട്ട് എടുക്കാൻ വേണ്ടിയുള്ള സാഹചര്യത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു, പ്രയത്നിച്ചു. അപ്പൊ അതിന്റെ റിസൾട്ടാണ് ഇത്. ഓക്കെ, അപ്പൊ ടിനിച്ചേട്ടൻ്റെ അടുത്ത് വന്ന് ഇപ്പൊ സാറ് കഥ പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ GST ഓഫീസറാണ്, അദ്ദേഹത്തിന് സംവിധാനം ചെയ്ത എക്സ്പീരിയൻസ് ഒന്നുമില്ല. അപ്പോൾ പോലീസ് ഡേയ്സ് നമ്മൾ സെലക്ട് ചെയ്യാൻ ഓക്കെ ചെയ്യാം എന്ന് തീരുമാനിക്കാനായിട്ടൊരു കാരണം വേണമല്ലോ. നവാഗത സംവിധായകനാണ്, ആള് വന്ന് കഥ പറഞ്ഞു. വാട്ട് എക്സൈറ്റഡ് യു? ആദ്യം GST ഓഫീസറാന്ന് പറഞ്ഞപ്പോ എന്തിനാ വെറുതെ പണി മേടിക്കുന്നത്? സിനിമയാണെന്നല്ല പറഞ്ഞത്, GST ഓഫീസറാണെന്ന് പറഞ്ഞു. ഒരു എപ്പോഴും നമ്മൾ തെറ്റ് ചെയ്തിട്ടല്ല. പിന്നെ കുറച്ച് അടുത്തത് പറഞ്ഞ് ഒന്ന് കാണുമല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചത് അപ്പൊ മിക്കവാറും ഇതിനായിരിക്കും. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു എൻക്വയറി ഒന്നും വന്നിട്ടില്ലാത്ത ആളാണ്. ഇതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമയിലേക്ക് കിടന്നു. സിനിമ പറയാൻ വന്നാലും ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് വരുന്നത്, GST ഓഫീസറാണ്. ഇനി ഇത് ആൾമാറാട്ടോണെന്നറിയില്ല. കാരണം ഷാഡോ പോലീസ് പോലെ അങ്ങനെ വെറുതെ ടെസ്റ്റ് ചെയ്യുക, എന്നിട്ട് കഥ പറഞ്ഞ പോലെ പറഞ്ഞിട്ട് എത്ര രൂപ മേടിക്കണം എന്നൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് അടിച്ചു തരാനാണില്ല. ഞാൻ ഫുള്ള് സംശയ ദൃഷ്ടിയോടെയാണ് നോക്കിയത്. കഥ പറയാൻ വന്ന ആളുടെ പേര് ചോദിച്ചപ്പോ മനോജ് IG രണ്ടുപേരും പോലീസ് ഓഫീസേഴ്സ് ലുക്കും ഉണ്ട്. കറക്റ്റ് ഇതുപോലെ തന്നെ ഇതുണ്ടല്ലോ, പെർഫെക്റ്റ് പോലീസുകാരുടെ ലുക്ക് ഉണ്ട്. ഞാൻ കഥ മൊത്തം കേട്ട് പിന്നെ എനിക്ക് തോന്നി ഇത്രയും അവർ പ്രിപ്പയർ ചെയ്ത് വരേണ്ട ആവശ്യമില്ല ഒരാളെ പിടിക്കണമെങ്കിൽ. കഥ എനിക്ക് ഇഷ്ടപ്പെട്ടു. ത്രില്ലറാണ്. നന്ദുവേട്ടൻ തുടങ്ങുന്നു, എന്നിലേക്ക് എത്തുന്നു, എല്ലാം നല്ല ആക്ടേഴ്സാണ്. അപ്പൊ ഇതിലൊരു ഹീറോയിൻ എന്നും വെച്ചിട്ടൊരു സംഭവമല്ല, ഒരു കഥയാണ്. അപ്പൊ അതിന്റെ ഭാഗമാകും. പിന്നെ ഡേറ്റ് കൊടുത്തില്ലെങ്കിൽ എവിടെയാണെങ്കിലും എന്നെ വന്ന് പൊക്കുന്നുള്ളൂ അറിയാം. തെലുങ്കിലാണ് എല്ലാം കൃത്യമായിട്ട് അവർക്ക് ഇത് ചെയ്യാൻ പറ്റും. തെലുങ്കിൽ തിരക്കുണ്ടെന്നൊന്നും ആരും പറഞ്ഞിട്ടുണ്ടാവില്ല. അൻസിബ ദുബായിലായിരുന്നു, അവിടെ നിന്ന് പൊക്കിക്കൊണ്ടുവന്നു അല്ലേ. പുള്ളിക്ക് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ പുള്ളി പൊക്കിക്കൊണ്ടുവന്നു. ഒരു ഫോൺ കോളിന്റെ അപ്പുറത്തുനിന്ന് എല്ലാരെയും ഡീൽ ചെയ്തു. ധർമ്മജൻ എത്തുന്നു, ഹരീഷ് കണാരൻ എത്തുന്നു. വളരെ തിരക്കുള്ള സമയത്താണ് അവർ അവിടെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരൊക്കെ കൃത്യമായിട്ട് വന്നിട്ട് പഠിക്കും. കാരണം ഇത് തന്നെയാണ്, ഈ സീൽ അടിച്ചു തരുമോ എന്നുള്ളൊരു ഭയമാണ്.